നമസ്കാരം, ഞാൻ ഡോക്ടർ രേഷ്മ, പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിലെ വിട്രിയോ റെറ്റിനൽ സർജനാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ആദ്യം തന്നെ റെറ്റിന എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. റെറ്റിന എന്നാൽ കണ്ണിൻ്റെ ദൃഷ്ടിപടലം എന്ന് പറയാം. നമ്മുടെ കണ്ണിനെ ഒരു ക്യാമറയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ ഇമേജ് വന്ന് പതിക്കുന്ന സ്ഥലമായ ഫിലിമാണ് റെറ്റിന. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിലെ ടൈപ്പായ എമർജൻസി ആയ റെഗ്മാറ്റോജിനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റെഗ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ബ്രേക്ക് എന്നാണ്, ഒരു കീറലോ പോറലോ എന്ന് നമുക്ക് പറയാം. നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ജെല്ലുണ്ട്, വിട്രിയസ് ജെല്ലാണെന്നാണ് അതിനെ പറയുന്നത്. ആ വിട്രിയസ് ജെല്ല് ലിക്വിഡ് ആകുമ്പോൾ ഈ ബ്രേക്കിലൂടെ പുറകിലേക്ക് ഫ്ലൂയിഡ് പോയിട്ടാണ് കണ്ണിൻ്റെ ഞരമ്പ് ഡിറ്റാച്ച് ആകുന്നത്. ഇത് കണ്ണിൻ്റെ മറ്റ് എമർജൻസി സിറ്റുവേഷൻസ് പോലെ തന്നെ വളരെ ടൈം ക്രിട്ടിക്കലായിട്ടുള്ള എമർജൻസി സിറ്റുവേഷനാണ്. ഇത് ആർക്കൊക്കെ വരാമെന്ന് നോക്കാം. കണ്ണിൽ എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെറ്റിന ഡിറ്റാച്ച് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈ പവറുള്ള ഗ്ലാസ്സസ് ഉപയോഗിക്കുന്നവർ, -5, 6 തുടങ്ങിയ പവറുള്ള ഗ്ലാസ്സസ് ഉപയോഗിക്കുന്നവർക്ക് ഞരമ്പിൽ വീക്ക് ഏരിയാസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അവർക്കും റെറ്റിന ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ചാൻസ് ഉണ്ട്. തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ 0.5% റെറ്റിന ഡിറ്റാച്ച് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യാഗ് ലേസർ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞാലും റെറ്റിന ഡിറ്റാച്ച് ആകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ചില പേഷ്യൻസ് പറയുന്നത് സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ളൊരു മങ്ങലായിരിക്കും. ചിലപ്പോൾ സൈഡിലെ വിഷൻ, അതായത് നമ്മുടെ ഫീൽഡിൻ്റെ വിഷൻ കുറഞ്ഞു വരുന്നതായിട്ട് പേഷ്യൻസിന് തോന്നും. ചിലർക്ക് കണ്ണിൻ്റെ ഉള്ളിൽ പൊടി വിതറിയ പോലെ തോന്നും, ഇല്ലെന്നുണ്ടെങ്കിൽ വല കെട്ടൽ പോലെ തോന്നും. ചിലർക്ക് ലൈറ്റ് ഫ്ലാഷ് പെട്ടെന്ന് മിന്നുന്നത് പോലെ തോന്നും. ഒരു ടിപ്പിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചില പേഷ്യൻസ് പറയും ഒരു കർട്ടൻ വന്ന് കണ്ണിൻ്റെ ഫ്രണ്ടിൽ മൂടിയത് മാതിരി തോന്നുന്നു എന്ന് പറയും. ഇതൊരു ടിപ്പിക്കൽ ഹിസ്റ്ററിയാണ്. ഇതിൻ്റെ രോഗനിർണയം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് ഒരു ഡോക്ടർ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് കാണാൻ കഴിയും. അതിന് നമ്മളെ സഹായിക്കുന്ന മൈക്രോസ്കോപ്പുകളും ഒഫ്താൽമോസ്കോപ്പുകളും സ്പെഷ്യലായിട്ടുള്ള ലെൻസസും ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ഫ്ലൂയിഡ് റെറ്റിനയുടെ അടിയിലുണ്ടെന്ന് അറിയാനായിട്ട് OCT, മാക്കുല തുടങ്ങിയ സ്കാൻസ് ഉണ്ട്. ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി സ്കാൻസ് ഉണ്ട്. പണ്ടൊക്കെ ഇതൊരു ബ്ലൈൻഡിങ് കണ്ടീഷനായിരുന്നു, അതായത് ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ചെറിയ ഡിറ്റാച്ച്മെൻ്റ് ആണ്, കണ്ണിൻ്റെ ഞരമ്പിൻ്റെ അഗ്രഭാഗത്തുള്ള ഡിറ്റാച്ച്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്തേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് OP പ്രൊസീജിയറായിട്ട് ന്യൂമാറ്റോ റെറ്റിനോപെക്സി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ്, ഈ പറഞ്ഞ ബ്രേക്ക് എവിടെയാണ് ഇരിക്കുന്നത്, എത്രത്തോളം ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ഡോക്ടറെ ഡിസൈഡ് ചെയ്യുക. ന്യൂമാറ്റോ റെറ്റിനോപെക്സിയിൽ C3F8 എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഗ്യാസ് ഇഞ്ചെക്റ്റ് ചെയ്ത് ഇളകി വന്ന റെറ്റിനെ അറ്റാച്ച് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലും കറക്റ്റായിട്ടുള്ള ഫോളോ അപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്ലെറൽ ബക്ലിംഗ് ആണ്. അതായത് ഒരു സിലിക്കോൺ ബാൻഡ് കൊണ്ട് എക്സ്റ്റേണലായിട്ട് കണ്ണിനൊരു സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പുറകിൽ കെട്ടി നിൽക്കുന്ന ഫ്ലൂയിഡ് എക്സ്റ്റേണലി ഡ്രെയിൻ ചെയ്യുന്നു. കൂട്ടത്തിൽ ക്രയോ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നു. ഇപ്പോൾ ഉള്ള ആധുനിക സർജറിയായ വിട്രെക്ടമി സർജറീസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് RRDക്ക് ചെയ്യുന്നത്. അതിൽ അതൊരു എൻഡോസ്കോപ്പി പോലെയുള്ള സർജറിയാണ്. നമ്മൾ ഫൈനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വിട്രിയസ് ജെല്ലിനെ മുഴുവനായിട്ട് റിമൂവ് ചെയ്യുകയും അതുപോലെ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുകയും കണ്ണിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് ഫില്ല് ചെയ്യുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ സിലിക്കൺ ഓയിൽ ഫില്ല് ചെയ്യുകയോ ചെയ്യും. ഇതിൻ്റെ ഫോളോ അപ്സ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും വളരെ അത്യാവശ്യമാണ്. ഇത് ഒരു പ്രാവശ്യം ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം അതിൻ്റെ സർജറി ചെയ്യേണ്ടത് ആവശ്യമാണ്. കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഒത്ത നടുക്കായ മാക്കുല, ഫോവിയ തുടങ്ങിയ ഇടങ്ങളിൽ ഫ്ലൂയിഡ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതായത് വിഷ്വൽ ഔട്ട്കംസ് വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവാം. അതുകൊണ്ട് വേഗം തന്നെ ഇതിൻ്റെ സർജറി ചെയ്യേണ്ടത് ആവശ്യമാണ്. കണ്ണടച്ച് വിശ്വസിക്കാം. അൽസലാമ ഐ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ബുക്കിംഗ് നമ്പർ 8138877704.